റാങ്കിങ് ടാസ്ക് നടന്നതിന് ശേഷം നന്ദനയ്ക്ക് പണപ്പെട്ടി വേണ്ട. കാരണം പണത്തിൻ്റെ കേസ് എടുത്തിട്ടുകൊണ്ട് റാങ്കിങ് ടാസ്കിൽ ഫസ്റ്റ് പൊസിഷൻ നേടാൻ വേണ്ടി പോയി തോറ്റ് തുന്നം പാടി ആരും സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ 13ാമത്തെ പൊസിഷനിൽ നന്ദന എത്തി. അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ എനിക്കിനി പണപ്പെട്ടി വേണ്ട, എനിക്കിനി ടൈറ്റിൽ അടിച്ചാൽ മതി. സ്പിരിറ്റൊക്കെ കൊള്ളാം, പക്ഷേ ഇന്ന് നന്ദനയുടെ കുഴി തോണ്ടിയത് നന്ദന തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ജിൻഡോ നല്ല നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. നാളെ ജിൻഡോയുടെ ഈ പറയുന്ന നെഗറ്റീവുകൾ, വൃത്തികേടുകൾ, മോശം വാക്കുകൾ എല്ലാം നോറയും ജാസ്മിനും സിജോയും കൂടെ എടുത്തിടുന്നുണ്ടെന്ന്. പക്ഷേ അവിടെ സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്തിട്ടപ്പം ജിൻഡോ സൈലൻ്റായി. ജിൻഡോ ഒന്നും ഒപ്പോസ് ചെയ്യാൻ പോയില്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലെന്നോ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നോ അങ്ങനെ പറയാൻ പോയില്ല, മിണ്ടാ നിന്നു. രണ്ട് കൈ കൂടെ കൊട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾ ശരിയായിരുന്നെങ്കിലും ഇത് തള്ളിപ്പോയി. കാരണം ഇത് മൈൻഡ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ നന്ദനയുടെ കേസ് അങ്ങനെയല്ല. നന്ദന ഇട്ടുകൊടുത്ത സാധനം എല്ലാവരുടെ കയറി പിടിച്ച് നന്ദന കട്ട നെഗറ്റീവായി. കാരണം നന്ദനയുടെ പണപ്പെട്ടിയിൽ ഈ പറഞ്ഞ കണക്ക് പണപ്പെട്ടി കേസിൽ, പണപ്പെട്ടി വിഷയത്തിൽ സായി, സിജോ, അഭിഷേക് ഇവരാരും നന്ദനെ സപ്പോർട്ട് ചെയ്തില്ല. നന്ദന ഒറ്റയ്ക്കായിപ്പോയി, ആർക്കും ഒന്നും ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഈ റാങ്കിങ് ടാസ്ക് വന്നതോടുകൂടി കളി കുറച്ചുകൂടി മാറി. വേറെ ഒന്നും സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡേ നടന്നില്ല, വൈകിപ്പിക്കണ്ട. വെൽക്കം. ഇന്നത്തെ മെയ് 20-ാം തീയതിയിലെ ഡേ 71 ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇന്ന് ആ പറയുന്ന റാങ്കിങ് ടാസ്കിനകത്ത് നന്ദന പറഞ്ഞു വെച്ച ആശയങ്ങൾ എനിക്ക് ഇവിടെ എല്ലാവർക്കും പൈസ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പൈസ വേണം, എനിക്ക് വീട് വെക്കണം, എൻ്റെ അമ്മയുടെ കടം തീർക്കണം, എനിക്ക് പൈസ വേണം, അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ യോഗ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദന റാങ്കിങ് ടാസ്കിൽ ഫസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അപ്പോൾ ഈ സാധനം ജാസ്മിൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിയല്ല, നീ ആ പറഞ്ഞ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ്? നീ ബിഗ് ബോസിന് എന്ത് കൊടുത്തു എന്നുള്ളതാണ് നീ ഇവിടെ നിൽക്കുന്ന നിൻ്റെ ക്വാളിറ്റി തെളിയിക്കേണ്ട സാധനം. അല്ലാതെ നിനക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പൈസ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം, അതുകൊണ്ട് നീ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ അർഹയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ജാസ്മിൻ പറഞ്ഞ പോയിന്റാണ്. അപ്പം നന്ദന വീണ്ടും നിങ്ങൾക്കൊക്കെ ഫെയിം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ എനിക്കതല്ല, എനിക്ക് പൈസ വേണം. അപ്പോൾ അപ്സര പൈസ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. അവസാനം ഫസ്റ്റ് പൊസിഷന് വേണ്ടി വാദിക്കുന്ന ഈ നന്ദനയുടെ അഭിപ്രായത്തോട് ആരും യോജിക്കുന്നില്ല. കാരണം നന്ദന അവിടെ ഈ പൈസയുടെ കേസാണ് എടുത്തിരുന്നത്. നന്ദനയ്ക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ള കാര്യം നന്ദന പറയാതെ പൈസ വേണം, ഓക്കെ ശരിയാണ്. പക്ഷേ നന്ദന പറയണമായിരുന്നു ഈ പൊസിഷനിൽ നിൽക്കാൻ ഞാൻ അർഹയാണ്. ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നന്ദനയ്ക്ക് പറയാം, ഞാനിവിടെ ഗെയിം കളിച്ചു, എനിക്കിവിടെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ആ ടാസ്ക് കളിച്ചു, ഈ ഗെയിം ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വിട്ടു, ഇങ്ങനെയൊക്കെ നന്ദനയ്ക്ക് പറയാമായിരുന്നു. ഇതെനിക്ക് പൈസ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ പാവത്തങ്ങൾക്കുള്ള ഒരു ഷോ അല്ല, ഇത് ബിഗ് ബോസ് ഷോ ആണ്, ഒരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞു. അഥവാ ഇപ്പം ഞാൻ അതിനകത്ത് പോയാലും ഒരു ഗെയിമും ഞാൻ കളിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അങ്ങനെ പറഞ്ഞേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ പൊസിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവസാനം ഈ പറഞ്ഞ പോലെ അടിയും വഴക്കും കുത്തുമൊക്കെ അങ്ങോട്ടും കൂടി എല്ലാവരുടേതുമായിട്ട് നന്ദനയ്ക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ആരൊക്കെയാന്ന് വെച്ചപ്പോൾ ഒരു മനുഷ്യനും കൈപൊക്കിയില്ല, ഒരു മനുഷ്യനും. അപ്പം നന്ദനയ്ക്ക് അത് ഫീലായി. കാരണം ഇത്രയും നാൾ കൂടെ നിന്ന സായിയും സിജോയും അഭിഷേകും ഇവരൊന്നും ആ സമയത്ത് കൂടെ നിന്നില്ല. അപ്പോൾ നന്ദനയ്ക്ക് നല്ല ഹേർട്ടായി. അപ്പോൾ അതുകൊണ്ട് നന്ദന വേണ്ട, എന്നെ പണപ്പെട്ടിയുടെ കേസും പറഞ്ഞ് എല്ലാവരും തടഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ പണപ്പെട്ടി എടുക്കുന്നില്ല. മാത്രമല്ല ഈ ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്തും നീ ഇവിടെ നിൽക്കാൻ, 1ാം സ്ഥാനത്ത് നിൽക്കാൻ എന്ത് അർഹയാണ്, നീ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞവളല്ലേ. അത് ഞാൻ ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറഞ്ഞതായിരിക്കാം എന്നൊരു ഡയലോഗ് നന്ദന പറഞ്ഞു. ഞാൻ ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും, അതെൻ്റെ ഗെയിമല്ലേ. അപ്പം ജാസ്മിൻ ചോദിച്ചു, ഇത് നീ പുറത്ത് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ? അതെൻ്റെ ഗെയിമായിരിക്കാം, ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നായിരിക്കാം, പ്രേക്ഷകരോട് പറയുന്ന വേറെ ഒന്നായിരിക്കാം. അപ്പോൾ ഇത് സായിക്കും സിജോയ്ക്കും പൊട്ടുന്നു. കാരണം സായും സിജോയും കൂടെ ഈ മണി ബോക്സിൻ്റെ കാര്യം ട്വിസ്റ്റ് ചെയ്ത് നന്ദനയ്ക്ക് ഈ പണപ്പെട്ടി കൊടുക്കാനുള്ള ജയിക്കൂല എന്നറിയാം. എന്നിട്ട് നന്ദനയ്ക്ക് മാക്സിമം എമൗണ്ട് പൊക്കി പിടിച്ച് വിടുന്ന് കൊണ്ടുപോയി അവിടെ വീട് പണി നടക്കാം, വീട് വെക്കണം, നന്ദനെ കൊണ്ട് പെട്ടി എടുപ്പിക്കാനാണ് ഇരുന്നത്. അപ്പോൾ ഒരു ടാസ്ക് വരുന്ന സമയത്ത് നന്ദനെ കൊണ്ട് പെട്ടി എടുപ്പിക്കാനാണ് സൗഹൃദമാണ് കാര്യമൊക്കെ. അപ്പോൾ ഇവർക്ക് ടാസ്ക് വരുന്ന സമയത്ത് നന്ദനെ ഒപ്പോസ് ചെയ്ത് സിജോയും സായും ഒക്കെ സംസാരിച്ചു. അപ്പം നന്ദനയ്ക്കത് പൊട്ടി. ഇത്രയും നാളെ പണപ്പെട്ടി എടുക്കാൻ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ പണപ്പെട്ടി നിനക്കുള്ളതാടി, ഇതിനെ അത്രയും നാളെ സേവ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ എന്നെ പറഞ്ഞോ എന്ന് പറഞ്ഞ് ഗെയിം മൈൻഡിൽ ചിന്തിക്കാതെ, ഇതൊരു ടാസ്ക് ആണെന്നുള്ള കാര്യം ചിന്തിക്കാതെ പേഴ്സണൽ എടുത്തു. അതാണ് വിഷയം. ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ
സായിനോട് മിണ്ടുന്നില്ല, സിജോനോട് മിണ്ടുന്നില്ല. ഞാൻ നന്ദന ഇവിടെ ഒറ്റയ്ക്ക് വന്നു, നന്ദനയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയാം, നന്ദനയ്ക്ക് ഇനി ഒരു പണപ്പെട്ടിയും വേണ്ട, ഞാൻ ഇനി അവസാനം കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. ആ ലെവലിലാണ് നന്ദന നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ നന്ദന ഈ പറഞ്ഞ പോലെ ഈ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ടാസ്ക്കായിട്ട് കാണണം. അതിനെ പേഴ്സണൽ എടുത്തു കഴിഞ്ഞപ്പോൾ കട്ട നെഗറ്റീവായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സായിയെ പഠിപ്പിക്കാനില്ല, സിജോയെ പഠിപ്പിക്കണം. അപ്പോൾ അഭിഷേകിൻ്റെ കൂടെയാണ് മാത്രമാണ് ഇരിക്കുന്നത്. പിന്നെ അഭിഷേക് റാങ്കിങ് ടാസ്കിൽ 1 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റനായിട്ട് മാറി. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്ന പ്രധാന സംഭവമാണ് ജാസ്മിൻ അഭിഷേകിൻ്റെ മണ്ടേ ചൊറിയാൻ കയറി പോകുന്നു. അഭിഷേക് അടിച്ചൊതുക്കി വിടുന്നു. നീ ഇവിടെ നിൽക്കാൻ 1ാം പൊസിഷനിൽ നിൽക്കാൻ, ഇപ്പോൾ 13 പേര് നിൽക്കുമ്പോൾ നീ 1ാം പൊസിഷനിൽ നിൽക്കാൻ ഒട്ടും അർഹനല്ല എന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോൾ അഭിഷേക്, നിന്റെ തോന്നലുകളൊക്കെ ശരിയായിരുന്നോ? ഇത്രയും കാലം നീ ചെയ്തു വെച്ചിരുന്നത് എല്ലാം തെറ്റായിരുന്നു, ഇപ്പോഴും നീ ചെയ്യുന്ന തെറ്റാണ്, നീ പറയുന്നത് തെറ്റാവാം ശരിയാവാം ഓക്കെ, പക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വേണ്ട ഞാനത് പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അങ്ങ് ജാസ്മിനെ പറയുകയാണ്. സംഭവം ജാസ്മിൻ കൊടുത്ത് ചെറിയ വട്ട കൊടുത്ത് വലിയ വട്ട വാങ്ങിച്ചതാണത്. വല്ല കാര്യം ഉണ്ടായിരുന്ന ചുമ്മാ ഇരുന്ന് അഭിഷേകന് വണ്ടേ കയറുമ്പോൾ അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ ഇൻറ്റൻഷൻസ് മൊത്തം, ജാസ്മിൻ എന്തൊക്കെയാണ് കരുതുന്നത് അത് മൊത്തം തെറ്റാണ്. ആ സാധനം അഭിഷേക് പറഞ്ഞു കൊടുത്തു. ഞാൻ പുറത്തുനിന്ന് കളി വേണ്ടി വന്നതാണ്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് നെഗറ്റീവാണെന്ന്, നീ കേട്ടില്ല. എല്ലാവരും പറഞ്ഞു നീ കേട്ടില്ല. വയൽക്കാട് പറഞ്ഞു നീ കേട്ടില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. എന്നിട്ടും നീ ഇപ്പോഴും നീ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ലെവലിലാണ്. നീ ഇപ്പം എൻ്റെ അടുത്ത് നീ ഇപ്പോൾ പറഞ്ഞു ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ അർഹനല്ലായിരിക്കാം, ചിലപ്പോൾ ഞാൻ അർഹനായിരിക്കാം. നീ ഇതുവരെ ഈ വീട്ടിൽ പറഞ്ഞിട്ടുള്ള തെറ്റാണ്. അപ്പം ജാസ്മിൻ, അതെ അഭിഷേകിന് തെറ്റായിരിക്കും, എനിക്കെന്നല്ല എല്ലാവർക്കും തെറ്റാണ്, അതെ എല്ലാവർക്കും തെറ്റായിരിക്കും. അത് ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചില തെറ്റല്ല, നീ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ഈ പറഞ്ഞ കണക്ക് ഇളക്കി തിരിക്കി മറച്ചു വിട്ടു. അത് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. പിന്നെ ഇതൊക്കപ്പുറമായിട്ട് എപ്പിസോഡിൽ വേറെ ഒരു സാധനവുമില്ല. നോറയും സിജോ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ചൊറഞ്ഞില്ലേ, ഞാൻ മന്തിയില്ലേ എന്ന് പറഞ്ഞ് സിജോ വീണ്ടും ആ ഒരു പവറിൽ വന്നിട്ടുണ്ട്. നോറ ഇത്രയും ദിവസം സിജോ റീ എൻട്രി ചെയ്തതിന് ശേഷം നോറയെ ഇഷ്ടം പോലെ അറ്റാക്ക് ചെയ്തു, പക്ഷെ നോറ മിണ്ടിയില്ല. ഇത്രയും ദിവസം മിണ്ടാതിരുന്നു, പക്ഷെ നോറ ഇപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോറയ്ക്ക് നെഗറ്റീവ് ആവും. കാരണം നോറ പ്രതികരിക്കാതിരുന്ന ഇത്രയും ദിവസവും സിജോയ്ക്ക് കണ്ടന്റ് കിട്ടിയോ? കിട്ടിയില്ല. സിജോ റീ എൻട്രി വന്നിട്ട് സിജോയ്ക്ക് എന്തുകൊണ്ടാണ് കണ്ടന്റ് കിട്ടാത്തത്? സിജോ പ്രതികരിക്കുന്നു. സിജോ ആരടുത്തെങ്കിലും ഉടക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ വാ തുറക്കൂല. കാരണം ഇവൻ്റെ ഇത് പുറത്ത് പോകരുത്, ഇവൻ എന്തോ പറയട്ടെ നമ്മൾ മിണ്ടാതിരിക്കുമെന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2 ആഴ്ച സിജോ നല്ല ഡൗൺ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് 2 കൈയും കൂടെ അടിച്ചാലല്ലേ സൗണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞ കണക്ക് സിജോ വന്ന് നോറയുടെ തലയ്ക്ക് വന്നപ്പോൾ നോറ തിരിച്ച് കലപില എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും സിജോ പിടിച്ചങ്ങ് പോസിറ്റീവ് കയറിയെങ്കിൽ സിജോ ഒത്തിരി മുകളിലോട്ടങ്ങ് പോകും. സിജോ പോയിന്റ് പറഞ്ഞ് നിൽക്കുകയും ചെയ്യും, നോറ കട്ട നെഗറ്റീവായി താഴേക്ക് വീഴുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഇന്ന് നോറ വാ തുറന്നപ്പോൾ സംഭവിച്ചത് അതാണ്. ഇത്രയും ദിവസം സിജോ ആക്റ്റീവ് അല്ലാതിരുന്ന സിജോ നോറ ആക്റ്റീവ് ആക്കി കൊടുത്ത് നോറ 1 പറയും, സിജോ 2 പറയും, വീണ്ടും നോറ പറയും. മറ്റത് നോറ മിണ്ടാതിരിക്കുമ്പം സിജോ പറഞ്ഞിട്ടിട്ട് അവിടെ നിന്ന് പോകും. മനസ്സിലായോ? അതാണ് ഇപ്പം നടന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് മെയിൻലി നടന്നത്. വേറെ കാര്യങ്ങളൊന്നും തന്നെ നടന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൊമോ ഇന്ന് രാത്രി വരുവാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ രാവിലെ നാളെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും പ്രൊമോയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.